നമസ്തേ. പ്രശസ്ത കവിയും സാഹിത്യ നിരൂപകനും ഭാഷാ പണ്ഡിതനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ പി നാരായണക്കുറുപ്പ് വിട പറഞ്ഞതിന്റെ വേദനയിലാണ് സാംസ്കാരിക കേരളം. മലയാള ഭാഷാ സാഹിത്യ ലോകത്തിനും സാംസ്കാരിക കേരളത്തിനും തീരാനഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം. സാമൂഹികവും രാഷ്ട്രീയവുമായ തിന്മകൾക്കെതിരെ കവിതയെ ശക്തമായൊരു ആയുധമാക്കിയ കവിയായിരുന്നു നാരായണക്കുറുപ്പ്. നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചിച്ചും അനുസ്മരിച്ചുകൊണ്ടും കുറിപ്പുകളും ചിത്രങ്ങളും പോസ്റ്റുകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമപ്രവർത്തകൻ പ്രദീപ് രാജശേഖരൻ പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറിപ്പൊന്ന് വായിക്കാം. കമ്മ്യൂണിസം വെടിഞ്ഞ് RSSകാരനായ കവി. 6 പതിറ്റാണ്ടായി മലയാള കാവ്യശാഖയ്ക്ക് തിളക്കം നൽകുകയായിരുന്നു പി നാരായണക്കുറുപ്പ്. കവിതകളിൽ നർമ്മമലിയിച്ചു ചേർത്ത് തിന്മകൾക്കെതിരെ നിരന്തര സമരത്തിലേർപ്പെട്ട കവി. അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ തിന്മകളെ നാരായണക്കുറുപ്പ് നേരിട്ടത് കവിതയിലൂടെയാണ്. അടിയന്തരാവസ്ഥയെ വിമർശിച്ചെഴുതിയ തൊഴുത്ത് എന്ന കവിത ഏറെ കോളിളക്കം സൃഷ്ടിച്ചു. കമ്മ്യൂണിസത്തിനൊപ്പം നടന്ന നാരായണക്കുറുപ്പ് പിന്നീട് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിമർശകനായത് പി പരമേശ്വരനുമായുള്ള അടുപ്പത്തെ തുടർന്നാണ്. ഡൽഹി ജീവിതകാലത്തായിരുന്നു അത്. പരമേശ്വർജി അന്ന് ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി ഡൽഹിയിലുണ്ടായിരുന്നു. ഡൽഹി സെൻട്രൽ സെക്രട്ടേറിയറ്റിലും പബ്ലിക്കേഷൻ ഡിവിഷനിലുമൊക്കെ ഉദ്യോഗസ്ഥനായി നാരായണക്കുറുപ്പും അവിടെ ഉണ്ടായിരുന്നു. പരമേശ്വർജിയുമായുള്ള അടുപ്പം നാരായണക്കുറുപ്പിന് RSS പ്രസ്ഥാനങ്ങളുമായും അടുക്കാൻ വഴിയൊരുക്കി. ദീൻദയാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിരുന്ന പ്രേരണ എന്ന മലയാള പ്രസിദ്ധീകരണത്തിൽ നാരായണക്കുറുപ്പ് സജീവമായി സഹകരിച്ചു. ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തെ അട്ടിമറിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ നാരായണക്കുറുപ്പിലെ കവി ഉണർന്നു. ജനുവരിയിലെ ശൈത്യം എന്നൊരു കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. ഗാന്ധിജിയെ ഉയർത്തിക്കാട്ടിയായിരുന്നു കവിത. പിന്നീടാണ് തൊഴുത്ത് എന്ന കവിത എഴുതിയത്. പശുവിനെ കെട്ടിയിരിക്കുന്ന തൊഴുത്തിൽ വൈക്കോലിടുന്ന ഭാഗത്ത് വലിയ വിഷമുള്ളൊരു പാമ്പ്. പശുവിന് വൈക്കോൽ തിന്നാൻ പറ്റുന്നില്ല. ഇതായിരുന്നു കവിതയുടെ വിഷയം. പേടിക്കറുതി വരുത്താനിരുളിൽ തേടി വടി ഞാൻ ചുറ്റും. പശുവർഗത്തിനു ശാന്തി ലഭിക്കാൻ ഭരണം പാമ്പുകളേറ്റാൽ വടിയേതിരുളിലും എന്നുടെ കയ്യിൽ തടയാതെവിടെ പോകാൻ. ഭാരതത്തെ വലിയ തൊഴുത്താക്കി മാറ്റിയ ഇന്ദിരയുടെ വിഷം നിറഞ്ഞ ഭരണത്തെ വിമർശിക്കുകയായിരുന്നു കവിതയിൽ. അന്ന് സെൻസറിംഗ് ഉള്ള കാലം. സെൻസർമാരുടെ കണ്ണിൽപ്പെട്ടെങ്കിലും പരിചയമുള്ളവർ ഉണ്ടായിരുന്നതിനാൽ കുഴപ്പമുണ്ടായില്ല. അടിയന്തരാവസ്ഥ കാലത്താണ് പരമേശ്വർജിയുമായി കൂടുതൽ അടുത്തത്. ആദ്യഘട്ടത്തിൽ RSSനെ കുറിച്ചുണ്ടായിരുന്ന സംശയങ്ങൾ അദ്ദേഹം മാറ്റിയെടുത്തു. ചൈനയിലെ തിയാനൻമെൻ സ്ക്വയർ സംഭവമാണ് കുറുപ്പിന്റെ നിലപാടുകളെ ആകെ മാറ്റിമറിച്ചത്. തിയാനൻമെൻ സ്ക്വയറിൽ 100 കണക്കിന് വിദ്യാർത്ഥികളുടെ ചോര വീണപ്പോൾ കമ്മ്യൂണിസത്തിന്റെ കാപട്യം എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളും തിയാനൻമെൻ സ്ക്വയറിലെ കൂട്ടക്കുരുതിയെ ന്യായീകരിക്കുകയായിരുന്നു. പിന്നീട് ആശ്രയിക്കാവുന്നത് RSSനെ മാത്രമായി. അങ്ങനെ നാരായണക്കുറുപ്പും കടുത്ത RSS ആയി. ആദ്യമൊക്കെ അനുഭാവം മാത്രമായിരുന്നു, പിന്നീട് അതിലേക്ക് ഇഴുകിച്ചേർന്നു. RSS ആയാൽ പുരസ്കാരങ്ങൾ ലഭിക്കില്ലെന്നും പുസ്തകങ്ങളൊന്നും പാഠപുസ്തകമാക്കില്ലെന്നും പലരും ഉപദേശിച്ചെങ്കിലും നാരായണക്കുറുപ്പ് പിന്മാറിയില്ല. പുരസ്കാരങ്ങളല്ല ഒരു കവിയെ വളർത്തുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. കമ്മ്യൂണിസ്റ്റായി നിന്നിരുന്നെങ്കിൽ പുരസ്കാരത്തിനു വേണ്ടി ഉപജാപങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരുമായിരുന്നു. ജീവിതത്തിന്റെ കൂടുതൽ കാലവും ഡൽഹിയിലും തിരുവനന്തപുരത്തുമായി ജീവിച്ച നാരായണക്കുറുപ്പ് പൂർണ്ണമായും ഓണാട്ടുകരയുടെ കവിയായിരുന്നു. ഓണാട്ടുകരയുടെ ഹൃദയമായ ഹരിപ്പാട്ടാണ് അദ്ദേഹത്തിന്റെ ജനനം. തിരുവിതാംകൂറിന്റെ കാർഷിക സംസ്കൃതിയുടെ തറവാടാണ് ഓണാട്ടുകര. അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരത്തിലെ സമ്പന്നതയും സ്നേഹത്തിന്റെ ആഴവും നാരായണക്കുറുപ്പിലും പ്രകടമാണ്. അദ്ദേഹത്തിന്റെ കവിതകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ ആത്മാർത്ഥതയാണ്. നഗരജീവിയാണെങ്കിലും ഓണാട്ടുകരയുടെ പൈതൃകം അദ്ദേഹം കൈവിടുന്നില്ല. ശ്രീപത്മനാഭന്റെ മണ്ണിലേക്ക് കുടിയേറിയപ്പോഴും ഓണാട്ടുകരയുമായുള്ള ബന്ധം വിച്ഛേദിച്ചില്ല. ഹരിപ്പാടിന്റെ കാർഷിക സംസ്കൃതിയിലേക്ക് അദ്ദേഹം ഇടയ്ക്ക് അലിഞ്ഞുചേരും. തന്നെ കാവ്യാസ്വാദകനും പിന്നീട് കവിയാക്കിയും വളർത്തിയത് ഓണാട്ടുകരയുടെ സാംസ്കാരിക പെരുമയാണെന്ന് നാരായണക്കുറുപ്പ് പറയാറുണ്ടായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ കവിത ആസ്വദിക്കുന്നത് ശീലമാക്കിയ അദ്ദേഹം 29-ാം വയസ്സിലാണ് ആദ്യ കവിത എഴുതുന്നത്. ആക്ഷേപഹാസ്യം തന്നെയായിരുന്നു ആദ്യ കവിതയും. മിസ് പൂതന എന്നു പേരിട്ട കവിത പ്രസിദ്ധീകരിച്ചത് ജയകേരളം മാസികയിലാണ്. 1962-ൽ NV കൃഷ്ണവാര്യർ മാതൃഭൂമിയിലുള്ള സമയത്ത് കുറെ കവിതകൾ അവിടേക്ക് അയച്ചു. സത്യാന്വേഷി എന്ന കവിത NV പ്രസിദ്ധീകരിച്ചു. മാതൃഭൂമിയിൽ കവിത വന്നതോടെ നാരായണക്കുറുപ്പ് കവി എന്ന നിലയിൽ അറിയപ്പെട്ടു തുടങ്ങി. 1969-ൽ അസ്ത്രമാല്യം എന്ന ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. പലരിൽ നിന്നും ഗുരുതുല്യമായ സ്നേഹവും അനുഗ്രഹവും ഉണ്ടായി. NV കൃഷ്ണവാര്യർ, പ്രൊഫസർ ഗുപ്തൻ നായർ, G ശങ്കരക്കുറുപ്പ്, അങ്ങനെ പോകുന്നു നാരായണക്കുറുപ്പിനെ കവിയാക്കി വളർത്തിയെടുത്തവരുടെ പട്ടിക. വിദ്യാഭ്യാസത്തിന് ശേഷം ഓച്ചിറക്കടുത്ത് പ്രയാറ്റ് സ്കൂളിലും പിന്നീട് ചവറ സ്കൂളിലും നാരായണക്കുറുപ്പ് അധ്യാപകനായി. രസതന്ത്രമായിരുന്നു വിഷയം. 1 കൊല്ലത്തോളമായിരുന്നു അത്. ശേഷം സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി ഡൽഹിക്ക് പോയി.
1956 അത്. പല മേഖലകളിലായി 22 വർഷങ്ങൾ ഡൽഹിയിൽ ജോലി ചെയ്തു. ഇതിനിടെ 10 കൊല്ലം കേരളത്തിലും ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തു. 5 കൊല്ലം കൊച്ചിൻ ഷിപ്പ്യാർഡിലും 5 കൊല്ലം തിരുവനന്തപുരത്ത് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും. കേരളത്തിലെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് തിരികെ ഡൽഹിയിലെത്തിയത് പബ്ലിക്കേഷൻ ഡിവിഷനിലാണ്. അവിടെ എഡിറ്ററായിട്ടാണ് വിരമിച്ചത്. കവി എന്ന നിലയിൽ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും അമൃതകീർത്തി പുരസ്കാരവും ഓടക്കുഴൽ അവാർഡും തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. 80-ാം വയസ്സിൽ വള്ളത്തോൾ പുരസ്കാരവും രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയുമുണ്ടായി. കെട്ടിപ്പിടിച്ചു പരവേശമൊരുത്തിരിക്കു കാട്ടിക്കഴിഞ്ഞുടനടങ്ങി വണങ്ങി നിന്നേൻ കുട്ടിക്കരം തറയിൽ ഹന്ത വരച്ചതമ്പ കാട്ടിക്കൊടുത്ത മഹിഷാസുര മർദ്ദനാംഗം. കവിതയിൽ കുഞ്ചൻ നമ്പ്യാരെയാണ് നാരായണക്കുറുപ്പ് കൂടുതൽ ഇഷ്ടപ്പെട്ടതും പിന്തുടർന്നതും. സഞ്ജയൻ, ഇടശ്ശേരി, NV, വൈലോപ്പള്ളി തുടങ്ങിയവരും അദ്ദേഹത്തിന്റെ ഇഷ്ടകവികളായിരുന്നു. ചങ്ങമ്പുഴ പ്രസ്ഥാനവും ചുവപ്പ് ദശകവും നാരായണക്കുറുപ്പിലെ കവിയെ സ്വാധീനിച്ചതേയില്ല. ഇടതുപക്ഷാഭിമുഖ്യം ഉണ്ടായിരുന്നെങ്കിലും കവിതയിൽ അത് കടന്നു വന്നില്ല. ഡൽഹി ജീവിതകാലത്താണ് ഇടതുപക്ഷ ചിന്ത തലയ്ക്കു പിടിച്ചത്. ഡൽഹിയിലുണ്ടായിരുന്ന ചാത്തുണ്ണി മാസ്റ്ററുമായുള്ള അടുപ്പമായിരുന്നു അതിന് കാരണമായത്. മുനവച്ചുള്ള വിമർശനമായിരുന്നു നാരായണക്കുറുപ്പിന്റെ ശൈലി. കവിതയിലൂടെയും നിരൂപണത്തിലൂടെയും പലരും അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ ചൂടറിഞ്ഞു. തിന്മകൾക്കും അഴിമതികൾക്കുമെതിരെ കവി വാക്കായുധമാക്കുമ്പോഴും കുട്ടികളെ രസിപ്പിക്കുന്നതിന് നിരവധി കവിതകൾ അദ്ദേഹം എഴുതി. G. വൈലോപ്പള്ളി, ഒളപ്പമണ്ണ, P. കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി എന്നീ കവികളുടെ ജീവിതവും കവിതയും ഇണക്കിച്ചേർത്ത് അദ്ദേഹം തയ്യാറാക്കിയ കവിയും കവിതയും എന്ന പുസ്തകം ഏറെ പ്രസിദ്ധമാണ്. ഈ ഗ്രന്ഥത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. സാഹിത്യ ലോകത്ത് മിന്നിത്തിളങ്ങുമ്പോഴും സാമൂഹ്യ രംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് കഥകളിയിലും നൃത്തശാഖകളിലും അവഗാഹമുള്ള അദ്ദേഹം കേരള കലാമണ്ഡലത്തിന്റെ ഭരണസമിതി അംഗവുമായിരുന്നു. സംസ്കാര ഭാരതി ഉപാധ്യക്ഷൻ, തപസ്യ അധ്യക്ഷൻ, തപസ്യ രക്ഷാധികാരി, സോപാനം നാടകക്കളരിയുടെ അധ്യക്ഷൻ, മാർഗി സമിതി അംഗം. സാമൂഹ്യ ജീവിതത്തിൽ നാരായണക്കുറുപ്പിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇടങ്ങൾ നിരവധിയാണ്. ഇനി ആ കവിതയില്ല, നർമ്മം പൊതിഞ്ഞ വിമർശനവുമില്ല. കവി ബാക്കി വെച്ചു പോയത് കുറെ കവിതകൾ മാത്രം. അഴിമതിക്കും അനീതിക്കുമെതിരെ മഹിഷാസുര മർദ്ദനത്തിന്റെ ഗാനം രചിക്കാൻ തൂലിക തുറന്നുവെച്ചിരുന്ന അദ്ദേഹത്തിന്റെ വേർപാട് സൃഷ്ടിക്കുന്നത് വലിയ ശൂന്യത തന്നെയാണ്. വീശിപ്പിടിക്കുവാൻ വിൽക്കുവാൻ മീനല്ല വംശഹത്യാ പരവൃത്തിതൻ ബോംബുകൾ, ആശയ നൗകകളല്ല ചരിക്കുവാൻ നാശത്തിലേക്ക് കുതിക്കുന്ന പോത്തുകൾ, എത്ര ശാലീനം കടൽപ്പുറം പൂന്തുറ, എത്ര വിഷലിപ്തമെങ്ങഴും കല്ലറ. 1991 പൂന്തുറ മുസ്ലിം കലാപത്തിന്റെ ഓർമ്മകളിൽ മനം നൊന്ത് നാരായണക്കുറുപ്പ് എഴുതിയ കവിതയുടെ തുടക്കമാണ്. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. സാമൂഹികവും രാഷ്ട്രീയവുമായ തിന്മകൾക്കെതിരെ കവിതയെ ആയുധമാക്കിയ കവിയായിരുന്നു നാരായണക്കുറുപ്പ്. പാരമ്പര്യവും പുതുമയും ചേർത്ത അദ്ദേഹത്തിന്റെ രചനാശൈലി മലയാള കവിതയ്ക്ക് വേറിട്ടൊരു ഭാവം നൽകി. ദേശീയതയ്ക്കൊപ്പം നിലയുറപ്പിച്ച കവിയായിരുന്നു P. നാരായണക്കുറുപ്പെന്ന് RSS വ്യക്തമാക്കി. ആലുവ അദ്വൈതാശ്രമത്തിൽ ചേർന്ന പ്രാന്തവാർഷിക യോഗം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. നഷ്ടങ്ങളുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നിട്ടും അദ്ദേഹം ദേശീയ പക്ഷത്തുറച്ചു നിന്നുവെന്ന് അനുസ്മരണ യോഗം ചൂണ്ടിക്കാട്ടി. 2010 കൊല്ലത്ത് നടന്ന പ്രാന്ത സാംഘിക്കിൽ സ്വയം സേവകർക്കൊപ്പം ഗണവേഷധാരിയായി അദ്ദേഹം പങ്കെടുത്തു. തപസ്യയുടെ അധ്യക്ഷനായി നിന്നുകൊണ്ട് സാംസ്കാരിക രംഗത്ത് ആർഷദേശീയതയുടെ മുന്നേറ്റത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയെന്ന് RSS പ്രാന്ത വാർഷിക യോഗം ചൂണ്ടിക്കാട്ടി. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ജനവഞ്ചന തിരിച്ചറിഞ്ഞ അദ്ദേഹം ദേശീയ ചിന്തയോട് അടുപ്പം പുലർത്തി. അദ്ദേഹം ദീർഘകാലം തപസ്യ കലാസാഹിത്യ വേദിയുടെ അധ്യക്ഷനായിരുന്നു. അനീതികൾക്കും അഴിമതികൾക്കുമെതിരെ അദ്ദേഹം തന്റെ എഴുത്തിലൂടെ ശക്തമായി പ്രതികരിച്ചു. അതോടൊപ്പം കുട്ടികൾക്കായി നിരവധി മനോഹരമായ കവിതകളും അദ്ദേഹം രചിച്ചു. സമൂഹത്തോടും സാഹിത്യത്തോടും ഒരുപോലെ പ്രതിബദ്ധത പുലർത്തിയ അദ്ദേഹത്തിന്റെ വേർപാട് കേരളത്തിലെ സാംസ്കാരിക രംഗത്തിന് വലിയ നഷ്ടമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. P. നാരായണക്കുറുപ്പിന്റെ നിര്യാണത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുശോചനം രേഖപ്പെടുത്തി. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും അദ്ദേഹം നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ എന്നും സ്മരിക്കപ്പെടുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശ്രീകല R. പുറത്തിറക്കിയ അനുശോചന സന്ദേശത്തിൽ വ്യക്തമാക്കി. കവിത, സാഹിത്യ നിരൂപണം, ഗവേഷണം, ഭാഷാ പഠനം തുടങ്ങിയ വിവിധ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച P. നാരായണക്കുറുപ്പ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എഡിറ്ററായും സേവനമനുഷ്ഠിച്ചിരുന്നു. ആ കാലയളവിൽ സ്ഥാപനത്തിന്റെ പ്രസാധന ഗവേഷണ പ്രവർത്തനങ്ങൾക്കും ഭാഷാ വികസന പദ്ധതികൾക്കും അദ്ദേഹം നൽകിയ നേതൃത്വം ശ്രദ്ധേയമായിരുന്നുവെന്ന് അനുശോചന സന്ദേശത്തിൽ പറയുന്നു. കവി, നിരൂപകൻ, വിവർത്തകൻ, വാഗ്മി, സാംസ്കാരിക ചിന്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു P. നാരായണക്കുറുപ്പ്. മലയാള കവിതയിൽ പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിച്ച അപൂർവ വ്യക്തിത്വമായി അദ്ദേഹം വിലയിരുത്തപ്പെട്ടു. ഭാരതീയ സാംസ്കാരിക മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത അദ്ദേഹത്തിന്റെ കവിതകളുടെയും ചിന്തകളുടെയും മുഖമുദ്രയായിരുന്നു. സനാതന ധർമ്മബോധം, നീതിചിന്ത, ദേശീയ സാംസ്കാരിക ജാഗ്രത എന്നിവ അദ്ദേഹത്തിന്റെ രചനകളിൽ ശക്തമായി പ്രതിഫലിച്ചിരുന്നു. സമകാലിക സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളോടും അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു.
ആഖ്യാനത്തിന്റെ കരുത്തും ഭാഷാപാഠവും ചേർന്ന കാവ്യഭാഷയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സംസ്കൃത പാരമ്പര്യത്തിന്റെ സമൃദ്ധിയും മലയാളത്തിന്റെ നാടൻ വീര്യവും ഒരുപോലെ ചേർന്ന ഭാഷാശൈലി അദ്ദേഹത്തിന്റെ കവിതകൾക്ക് വ്യത്യസ്തമായ വ്യക്തിത്വം നൽകി. സാംസ്കാരിക സംഘടനയായ തപസ്യയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. ദേശീയ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങളിൽ ദീർഘകാലം സജീവ സാന്നിധ്യമായി. സാഹിത്യ സംഭാവനകൾക്ക് രാജ്യത്തിന്റെ ഉയർന്ന സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കവിതയിലൂടെ ധർമ്മബോധവും ദേശീയ ചിന്തയും തലമുറകളിലേക്ക് പകർന്ന അപൂർവ സാഹിത്യകാരനെയാണ് മലയാളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരം പേരൂർക്കട ഇന്ദിരാനഗറിലെ വസതിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് വൈകുന്നേരം 3:30 തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. 1934 ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടായിരുന്നു പി. നാരായണക്കുറുപ്പിന്റെ ജനനം. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ എഡിറ്ററായും റിസർച്ച് ഓഫീസറായും പ്രവർത്തിച്ചു. ദീർഘനാൾ തപസ്യ കലാസാഹിത്യ വേദിയുടെ അധ്യക്ഷനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കരുവാറ്റ NSS ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നാരായണക്കുറുപ്പ് തുടർ പഠനം ആലപ്പുഴ ST കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, തിരുവനന്തപുരം ട്രെയിനിംഗ് കോളേജ്, ഗാസിയാബാദിലെ MM കോളേജ് എന്നിവിടങ്ങളിലുമായാണ് പൂർത്തിയാക്കിയത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും BEdും പാസ്സായി. 1956 അധ്യാപകനായാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിച്ചത്. 1957 സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിലും 1971 മുതൽ 1975 വരെയുള്ള കാലയളവിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പ്രവർത്തിച്ചു. വിശ്വവിജ്ഞാന കോശം, സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയിൽ ഗസ്റ്റ് എഡിറ്ററായിരുന്നു. ആഗ്രയിലെ സംസ്കാർ ഭാരതിയുടെ വൈസ് പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കഥകളി സാഹിത്യ പണ്ഡിതനും കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറുമായിരുന്നു. അമൃതകീർത്തി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കവിതയ്ക്കും നിരൂപണത്തിനും, സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം, ജന്മാഷ്ടമി പുരസ്കാരം, ഉള്ളൂർ അവാർഡ്, MKK നായർ അവാർഡ്, വള്ളത്തോൾ സാഹിത്യ സമിതി പുരസ്കാരം, സഞ്ജയൻ പുരസ്കാരം, ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള പുരസ്കാരം, ഷാർജ മലയാളി പുരസ്കാരം, S. ഗുപ്തൻ നായർ സ്മാരക അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 2022 രാജ്യം പത്മശ്രീ നൽകിയാണ് അദ്ദേഹത്തെ ആദരിച്ചത്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പിനും അർഹനായിട്ടുണ്ട് പി. നാരായണക്കുറുപ്പ്. വിജയലക്ഷ്മിയാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി. മക്കൾ ഡോക്ടർ വൃന്ദ ജയകുമാർ, KN വിജു, വിവേക് നാരായണൻ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.